വാക്കുകളില്ലാതെ കഥ പറയുന്ന ഈജിപ്ഷ്യൻ സാംസ്കാരിക നൃത്തരൂപമാണ് തന്യൂറ. ഈജിപ്തിൻ്റെ സൂഫി പാരമ്പര്യത്തിൽ നിന്ന് ഉദിച്ചുയർന്ന ആത്മീയ നൃത്തരൂപം പ്രഥമ രാജ്യാന്തര ഫോക്ലോർ ഫെസ്റ്റിവലിലെ വേറിട്ട കാഴ്ചയായി. വൃത്താകാരത്തിൽ തുടർച്ചയായി തിരിയുന്ന നർത്തകന്റെ ചലനം മനുഷ്യനും ദൈവവും തമ്മിലുള്ള ആത്മബന്ധം വരച്ചുകാട്ടുമ്പോൾ അത് പ്രാർത്ഥനയുടെ മറ്റൊരു ഭാഷയായി മാറുന്നു. പ്രപഞ്ചത്തിലെ ചക്രവാളങ്ങളെയും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളെയുമാണ് നർത്തകന്റെ ചലനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നിലത്തുറച്ച കാൽപ്പാടുകളും ആകാശത്തിലേക്ക് ഉയർത്തിയ മുഖവും മണ്ണും ആത്മാവും തമ്മിലുള്ള സമന്വയത്തെ സൂചിപ്പിക്കുന്നു. വർണ്ണാഭമായ വൃത്താകാര വേഷങ്ങൾ തന്യൂറയുടെ ഏറ്റവും വലിയ ആകർഷണമാണ്. ഓരോ നിറവും ജീവിതത്തെയും വിശ്വാസത്തെയും ആത്മീയതയുമാണ് പ്രതിഫലിപ്പിക്കുന്നത്. നാട്ടുവാദ്യങ്ങളുടെ താളത്തിൽ നർത്തകൻ ലയിച്ചു ചേരുമ്പോൾ അത് ധ്യാനവും സമർപ്പണവുമായി മാറുന്നു. അനന്തപുരിയിലെ പ്രൗഢഗംഭീരമായ സദസ്സിൽ കാണികൾക്ക് മുൻപിൽ ഈജിപ്ഷ്യൻ നൃത്തമായ തന്യൂറ അവതരിപ്പിച്ചത് കെയ്റോയിലെ കലാകാരനായ അഹമ്മദ് അത്തയാണ്. 12ാം വയസ്സു മുതലാണ് തന്യൂറ പരിശീലിച്ചു തുടങ്ങിയതെന്ന് അദ്ദേഹം അമൃത വാർത്തകളോട് പറഞ്ഞു. 35 വർഷം നീണ്ട നൃത്ത സപര്യ. My Tanura and Dansan start at 12 years and now I'm old and 47. But I so much I want and all years I work in Tanura dancer. I like so much my work. ഇസ്ലാമിക കലാരൂപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തന്യൂറയെന്ന മ്യൂസീഷ്യനും ക്യൂറേറ്ററുമായ ഡോക്ടർ ശ്യാം റോക്ക് വിവരിച്ചു. വളരെയധികം പോപ്പുലറായി അറബ് രാജ്യങ്ങളെല്ലാം ഏറ്റെടുത്ത ഒരു കലാരൂപമാണ് തന്യൂറ. ആണുങ്ങളുടെ ആണെങ്കിൽ ബെല്ലി ഡാൻസ് കൂടുതൽ സ്ത്രീകളാണ് കളിക്കുന്നത്. അതുപോലെ വളരെയധികം പ്രാക്ടീസും അതുപോലെ സ്കില്ലും ആവശ്യമുള്ള ഒരു ഇതാണ്. വളരെയധികം നേരം വട്ടം കറങ്ങുക, അതുപോലെ പല പ്രോപ്സ് അതിനകത്ത് അംബ്രല, ദഫ്, അങ്ങനെയുള്ള പല ഫയർ, അങ്ങനെയുള്ള പല രൂപങ്ങളെയും ഇൻവോൾവ് വെച്ചിട്ടാണ് അവർ അതിനെ വളരെ മനോഹരമാക്കുന്നത്. വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാതെ തന്നെ ലോകത്തിന്റെ വൈവിധ്യമാർന്ന കലകൾ അടുത്തറിയാൻ മലയാളികൾക്ക് അവസരമൊരുക്കുകയാണ് പ്രഥമ രാജ്യാന്തര ഫോക്ലോർ ഫെസ്റ്റിവൽ. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.